Hello students, next we will look at VAL programming. Now before I start, what you should understand is VAL programming is considerably old. So if you have to study robot programming, the best thing would be to study either Python or even C is good. But if you use Python or if you learn Python and you know how to use it, and if you can operate Raspberry Pi, then the combination of Python and Raspberry Pi, you will be able to do a lot of robotic programming because Raspberry is as such a kind of a small computer. So we can use that, and that is what nowadays most of the people do. But then why are we studying VAL programming? Basically, this is the first programming major step that was taken in the റോബോട്ട് പ്രോഗ്രാമിംഗ് സെക്ഷൻ. അപ്പം അത് കാരണം നമ്മൾ വാൽ പ്രോഗ്രാമിംഗ് പഠിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഡെഫിനേഷൻസ് ചോദിക്കും, ചില കമാൻഡ്സിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിലബസ് കണ്ടൻറ്റ് വെച്ചിട്ട് വളരെ ഷോർട്ടായിട്ടാണ് ഇതിനകത്ത് വാൽ പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. നമ്മളുടെ അടുത്ത് ഇപ്പോൾ ചോദിക്കുവാണെങ്കിലും എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിലും എങ്ങനെയാണ് മോഷൻ കമാൻഡ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ സെൻസർ കമാൻഡ്സ് എന്തൊക്കെയാണ് അതിനെപ്പറ്റി ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും പറയുക. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ബേസിക് കമാൻഡ്സ് അറിഞ്ഞിരിക്കുക, അതനുസരിച്ചിട്ട് പഠിച്ചാൽ മതി. സോ ലെറ്റ് us ഫസ്റ്റ് ലുക്ക് അറ്റ് വാട്ട് ഈസ് വാൽ പ്രോഗ്രാമിംഗ്. അപ്പം ഒരു കമ്പനി ഉണ്ടായിരുന്നു യൂണിമേഷൻ. അതിന് ഒരു സീരീസ് ഓഫ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് ഉണ്ടായിരുന്നു വിച്ച് വാസ് കോൾഡ് ആസ് പ്യൂമ സീരീസ്. അങ്ങനത്തെ പ്യൂമ സീരീസ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് വാൽ. സോ വാൽ ഇസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, റോബോട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് ഇസ് ഡെവലപ്ഡ് ബൈ യൂണിമേഷൻ ഫോർ ഇറ്റ്സ് പ്യൂമ സീരീസ് ഇൻഡസ്ട്രിയൽ റോബോട്ട്. സോ യു ഷുഡ് റിമെമ്പർ ഇറ്റ് ഇസ് സോ ഓൾഡ് ദാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടും അതിനെ പറയുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ ഇപ്പോൾ നമ്മുടെ വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ അല്ല ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിനേക്കാളും മുമ്പേ ഉള്ള കേസാണ് ഞാൻ ഈ പറയുന്നത്. സോ ദാറ്റ് ഈസ് വാൽ. ഇറ്റ് വാസ് കോമ്പാക്ട് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം വിച്ച് ഇസ് ഡിസൈൻഡ് ടു ബി ഹൈലി ഇൻട്രാക്റ്റീവ്. ഇൻട്രാക്റ്റീവ് ഫോർ ഹൂം? ഇൻട്രാക്റ്റീവ് ഫോർ ദ പ്രോഗ്രാമർ, ടു മിനിമൈസ് പ്രോഗ്രാമിംഗ് ടൈം ആൻഡ് ടു പ്രൊവൈഡ് ആസ് മെനി പ്രോഗ്രാമിംഗ് എയ്ഡ്സ് ആസ് പോസിബിൾ. അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് വാൽ പ്രോഗ്രാം. The program controls basically the motions and actions of the robot by loading the program in the RAM. These programs are called as VAL programs. So if we have to make any program for running any robot, first what we will do is we will write a VAL program and load it in the RAM, and from the RAM it will be called. So again, as I said, this is from a very old material. So when you read, you might be confused that this is very basic. Yeah, it is very basic. Subroutines. I already told you what are subroutines. When you are having a big program in between, if you want to do something, there will be a subroutine. That means a different set of commands will be run, and then again it will come back to that same point. Just like interrupt. If there is some interrupt, after the interrupt there will be a set of commands which have to be followed. After that command only, it will start again from where it left. So like that, robot programming language like VAL can include subroutines. How many subroutines? You can have a subroutine inside a subroutine inside a subroutine. Okay, so like that up to 10 levels you can go. So if you are running the program, you reach a subroutine. As you are going through the subroutine commands, you meet another subroutine, so you go inside that. Like that, it can go up to 10 levels. VAL program ആണ് നേരത്തെ വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് വി ഹാഡ് വാൽ 2. ബേസിക്കലി ഇറ്റ് വിൽ പ്രൊവൈഡ് ദ കേപ്പബിലിറ്റി ടു easily define the task a robot is to perform. So if you read the instruction, if anybody is reading the instruction, they can very clearly understand, okay, what is the task they find. It also includes the ability to respond to information from sensor systems such as machine vision, enhanced performance in terms of ആം ട്രാജക്ടറി ജനറേഷൻ. ആം ട്രാജക്ടറി ജനറേഷൻ എന്ന് പറഞ്ഞാൽ ആമിനെ മൂവ് ചെയ്യേണ്ടതിൻ്റെ ട്രാജക്ടറി
ഡെവലപ്പ് ചെയ്തെടുക്കുന്ന, അതായത് ഏതൊക്കെ പോയിന്റ്സിൽ പോകണമെന്നുള്ളതിൻ്റെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനാണ് ആം ട്രാജക്ടറി ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടി പറ്റുമായിരുന്നു. ആൻഡ് വർക്കിംഗ് ഇൻ അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻസ് ഓർ യൂസിങ് റെഫറൻസ് ഫ്രെയിംസ്. ഇറ്റ് കണ്ടെയ്ൻസ് എ പ്രോഗ്രാം എഡിറ്റർ. ബേസിക്കലി വാലിന് ഒരു പ്രോഗ്രാം എഡിറ്റർ ഉണ്ട്. ആ പ്രോഗ്രാം എഡിറ്ററിനെ കൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ പുതിയതായിട്ടൊരു പ്രോഗ്രാം എഴുതാം, അല്ലെങ്കിൽ ഓൾറെഡി എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബേസിക്കലി അതിനകത്ത് മോഡിഫിക്കേഷനകത്ത് എന്താണ് പറ്റുന്നത്? ദ പ്രോഗ്രാം മോഡിഫിക്കേഷൻ ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് ദ എബിലിറ്റി ടു ഇൻസേർട്ട് ന്യൂ പ്രോഗ്രാം സ്റ്റെപ്സ്. അത് നമുക്ക് പുതിയ പ്രോഗ്രാം സ്റ്റെപ്സ് ഇടാം. ടു ഡിലീറ്റ് ഓൾഡ് സ്റ്റെപ്സ് ആൻഡ് ടു റീപ്ലേസ് ഓൾ ഓർ പാർട്ട് ഓഫ് ദ എക്സിസ്റ്റിംഗ് സ്റ്റെപ്സ്. So this is what is the basic of VAL programming.